നമുക്കിന്ന് 5 നേരത്തെ നിസ്കാരം പോലും കൃത്യതയില്ല. എന്നാൽ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ്? അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അള്ളാഹുവിന് വേണ്ടി ആരാധിക്കാനാണ്. അവരുടെ മനസ്സിന് ടെൻഷനില്ല. കോൺസെൻട്രേഷനോടുകൂടി ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ മനസ്സിന്റെ ആരോഗ്യം വർദ്ധിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ മാതൃകയാരാണ്? സയ്യിദുൽ ആബിദീൻ വസ്സാഹിദീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി मामूर हो रहा है आलम में नूर तेरा. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ പ്രഭയാണ് ലോകമാകമാനമുള്ള മോചനത്തിന്റെ മലർവാടികളെ മാടി വിളിച്ച് മദീനയുടെ മണൽപ്പരപ്പിൽ ചുടുചുംബനം കൊടുക്കാൻ പവിത്ര ധരണികളെ ഒഴുക്കിക്കൊണ്ടുവന്ന ലോക നേതാവാണ്, ഹൃദയത്തിന്റെ മുഴുവനും രാജാവ് യാ റസൂലല്ലാഹ്. അനുരാഗത്തിന്റെ അലമാലകൾ ആത്മചുംബനം കൊടുത്തപ്പ മദീനയുടെ മണൽപ്പരപ്പിൽ വന്ന് ചുടുചുംബനം സ്വീകരിച്ച് സ്നേഹനിധികളോട് ഹൃദയവികാരത്തോടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പവിത്രമായ മദീനയിലേക്ക് ലോകലക്ഷങ്ങൾ മുഴുവനും വരുമ്പോ ആ മദീനയിലെ രാജാവ് വിളിച്ചു പറയുകയാണ്, ജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ. എനിക്കെന്റെ കണ്ണിന്റെ കുളിർമ, എന്റെ മനസ്സിന്റെ ഏറ്റവും മനോഹരമായ നിമിഷം അസ്സലാ, നിസ്കാരമാണ്. നിസ്കരിക്കുന്ന സമയം എന്റെ മനസ്സിന് യാതൊരു പ്രയാസവുമില്ല. കാരണം എന്റെ റബ്ബിനോടുള്ള സംഭാഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമാണ്, അഥവാ പാപ സുരക്ഷിതത്വമുള്ള നേതാവാണ്. അവിടുന്ന് പാപം വരില്ല, അള്ളാഹുവിന്റെ കാവലുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് കാലിന് നീര് കെട്ടിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് അവിടുത്തെ കാല് നീര് കെട്ടുന്നത് വരെ ഇങ്ങനെ നിസ്കരിക്കുന്നത്? ഉടനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ ആയിഷ അഫലാ അകൂന അബദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത്. ലലം തു സുന്നതമൻ أحيا الظلام إلى أن اشتكت قدما حضر من ورمي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന് നീര് വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിക്കുന്നതായി കാണാൻ വിചാരിച്ചാൽ അപ്പോൾ നിസ്കരിക്കുന്നത് കാണാം, വിശ്രമിക്കുന്നതായി കാണാൻ വിചാരിച്ചാൽ വിശ്രമിക്കുന്നത് കാണാം. അഥവാ അവിടുന്ന് എപ്പോഴും നിസ്കാരത്തിൽ നിതാന്ത ശ്രദ്ധയിലാണ്. എന്നാൽ ഉമ്മത്തിന് പാഠം കൊടുക്കാൻ 2 ഇടവേളകളും കാണിച്ച നേതാവാണ്. ഏതായാലും ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. സ്വല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈല, ഒരു രാത്രിയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ പോയി. ഫഫ്തഹൽ ബഖറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ബഖറ തുടങ്ങി. ഫാത്തിഹ കഴിഞ്ഞിട്ട് അൽ ബഖറ സൂറത്ത് തുടങ്ങി. ഞാൻ വിചാരിച്ചു ഒരു 100 ആയത്തെത്തുമ്പോ നിർത്തിക്കളയുമെന്ന്. പക്ഷേ സൂറത്തുൽ ബഖറ മുഴുവനും ഓതി, ആലു ഇമ്രാൻ സൂറയും ഓതി, സൂറത്തുൻ നിസാഉം പാരായണം ചെയ്തു. അത്രയും നീണ്ട സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് നിസ്കരിച്ചു. റുകൂഇലേക്ക് പോയി, പിന്നെ സുജൂദിലേക്ക് പോയി. ഖരീബൻ മിൻ ഖിയാമിഹി,
എത്ര നേരമാണോ നിന്ന് നിസ്കരിച്ചത് അത്രത്തോളം നേരം സുജൂദിൽ കിടക്കുകയാണ്. സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ അസീൽ വസ്സംസമി വസ്സൽസബീൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയാണ്. ആ സുജൂദിൽ കിടക്കുമ്പോൾ ഹബീബിന്റെ നെഞ്ചിൽ നിന്ന് വരുന്നത് സുമിഅ ലി സ്വദ്രിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്. ആ കരച്ചിലോ പാത്രത്തിൽ ചട്ടിയിൽ വെള്ളം തിളയ്ക്കുന്ന അതേ ശബ്ദമാണ് ഹബീബായ റസൂലുള്ളാഹിന്റെ നെഞ്ചിൽ നിന്ന് വരുന്നത്. കാരണം യഖാഫു റബ്ബഹു അന അത്ഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി. അല്ലാഹുവിനെ ഏറ്റവും ഭയക്കുന്ന മഹാനരായ ലോകഗുരുവായ പുണ്യ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുറ്റം ചെയ്ത പാപിയല്ല, തെറ്റിൽ നിന്ന് സുരക്ഷിതരാണ്. ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനെ ഭയന്നിട്ട് നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ചട്ടിയിൽ വെള്ളം തിളക്കും പോലെയുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. ഹബീബ് കരയുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരാ, ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോയപ്പോ ഖത്തീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോ മെല്ലെ പോയി കൂടിയതാണ്. സലാം വീട്ടിയപ്പോ റോഡിലേക്ക് ചാടിയതാണ്. നിസ്കാരത്തിന്റെ രസം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ എത്ര ശ്രദ്ധയോടെയാണ് അയാളുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത്. എന്നാൽ അറിയുമോ, ലോകാധികാരിയായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിനോടുള്ള സംഭാഷണമാണ് നിസ്കാരം. അത് രസിച്ച് സുഖിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ടതാണ് ആരാധന. പക്ഷേ നമ്മൾ നിസ്കാരത്തിന്റെ ആത്മാവിനെ അറിഞ്ഞിട്ടില്ല. ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിന്റെ രസം നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ മടി വരുന്നത്. അപ്പൊ നമ്മളെല്ലാം ജുമയ്ക്ക് ഓടിക്കേറിപ്പോയി എങ്ങനെയെങ്കിലും ഒന്ന് കൈകെട്ടി സലാം വീട്ടിയത് മെയിൻ റോഡിലാണ്. ഇതുപോലെയല്ലേ നമുക്ക് നിസ്കാരത്തോടുള്ള ബന്ധം? ഒന്നുകൂടി ചോദിക്കട്ടെ പെങ്ങളെ, പിതാവ് മരണപ്പെട്ടപ്പോൾ കരഞ്ഞിട്ടുണ്ട്, ഉമ്മ മരണപ്പെട്ടപ്പോൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്റെ സ്വന്തം പരലോകത്തെ ആലോചിച്ചിട്ട് ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷമെങ്കിലും ഈ ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ടോ? പടച്ചോനെ, ഞാൻ നാളെ മരിച്ചു പോയല്ലോ, എനിക്ക് സ്വർഗം കിട്ടുവോ, ഞാൻ നരകത്തിൽ കുടുങ്ങിപ്പോവോ, ഞാൻ ഖബറിൽ രക്ഷപ്പെടുവോ എന്നിങ്ങനെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനെ ഭയന്നിട്ട് കരഞ്ഞ എത്ര പേരെന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവും. നമ്മളെ മറ്റു പലർക്ക് വേണ്ടിയും കരഞ്ഞുപോയി. മറ്റു പലരുടെയും പരലോക യാത്രയ്ക്ക് സാക്ഷിയായപ്പോ കരഞ്ഞുപോയി. ഇന്നതെല്ലാം നഷ്ടപ്പെട്ടൊരു ലോകമാണ്. സ്വന്തം വാപ്പാന്റെ ജനാസ കിടക്കുമ്പോഴും മക്കൾക്ക് വികാരമില്ലാത്ത, ദുഃഖമില്ലാത്തൊരു ലോകം. സ്വന്തം ഉമ്മാന്റെ ശരീരം കിടക്കുമ്പോഴും മക്കൾക്ക് വേദനയില്ലാത്തൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അയാൾ മരിച്ചെങ്കിൽ അയാൾ പോയിക്കോട്ടെ എന്ന വിചാരത്തിലേക്ക് വന്ന ഒരു ലോകത്താണ് നമ്മുടെ ജീവിതം. ഞാൻ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. മാതാവിന്റെയും പിതാവിന്റെയും വിയോഗത്തിന്റെ മുമ്പിൽ പോലും മനസ്സ് വേദനിക്കാത്തവർ, ആത്മീയതയുടെ തരിമ്പ് പോലുമില്ലാതെ കേവലം ജഡങ്ങളായി ജീവിക്കുന്നവർ, പ്രിയപ്പെട്ട വാപ്പമാരോട് ഉമ്മമാരോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഏതോ ഒരു വാപ്പാടെ ഉമ്മാടെ മോനായിട്ട് നമ്മളൊക്കെ ജനിച്ചല്ലോ. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ദിസ് ലൈഫ്? ഈ ജീവിതത്തിന്റെ അനന്തമായ ലക്ഷ്യം, ഈ ജീവിതത്തിന്റെ ലക്ഷ്യം കേവലം ഇവിടെ കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പൊളിച്ചൊക്കെ നടന്നിട്ട് പിന്നെ എവിടെങ്കിലും വീഴുമ്പോ എടുത്ത് പള്ളിക്കാട്ടിക്കൊണ്ട് കുഴിച്ചിട്ടു ഒരു മീനിങ്ലെസ് ലൈഫാണോ ഇത്?
അർത്ഥമില്ലാത്തൊരു ജീവിതമാണോ ഇത്? അതല്ല. എങ്ങനെയെങ്കിലുമൊക്കെ മെനക്കെട്ടൊരു 10-25 കൊല്ലം ഇങ്ങനെ ജാളി അടിച്ച് നടന്നു, പിന്നെ ഒരു കല്യാണം കഴിച്ചു, ഒരു ജോലിയുമായി, 2 മക്കളായി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം, ഇടയ്ക്കൂടൊരു വീട്, പിന്നെ എങ്ങനെയെങ്കിലും പൊതിഞ്ഞു കെട്ടി പള്ളിക്കാട്ടിലേക്ക്. ഇതിനു വേണ്ടിയാണോ നമ്മുടെ ജീവിതം? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു 5 അജണ്ടയെ കാണുള്ളൂ. നമ്മുടെ ഈ അമൂല്യമായ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്? ഇവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് കടന്നു വരേണ്ടത്. ഈ ലോകത്തെ മുഴുവനും ഒരുപാട് പരിഷ്കാരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭരണാധികാരികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച LKG-യിൽ പഠിക്കുന്ന ഒരു പൊന്നുമോളെ 10 വയസ്സുകാരൻ മാനത്ത് കണ്ണിയെ കാണിച്ചു കൊടുക്കാൻ തോട്ടിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയ വൃത്തികെട്ട സാഹചര്യത്തിന്റെ പിന്നാമ്പുറം ഒന്ന് പരിശോധിച്ചു നോക്കൂ. കോതമംഗലത്തിന്റെയും പരവൂരിന്റെയും സംസ്കാരത്തിന്റെ പിന്നാമ്പുറം പരിശോധിച്ചു നോക്കൂ. വിശാലമായി പറയാൻ ഇന്ന് ഞാൻ ലക്ഷ്യം വെച്ചിട്ടില്ല. ആനുകാലിക സംഭവങ്ങളെ കൂടുതൽ അയവിറക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഇനിയെങ്കിലും വിചാരം ഉയർന്നിട്ടില്ലെങ്കിൽ താൽക്കാലികമായ ഭൗതിക ജീവിതത്തിന്റെ ജാടകൾക്ക് വേണ്ടി ഹോമിക്കാനുള്ളതാണോ ഈ ഭൗതിക ജീവിതം? ഇതിനപ്പുറത്ത് നമുക്ക് ഒരുപാട് വരാനുണ്ട്. ഇതിനപ്പുറത്ത് നമുക്കൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. ഹിയർ ആഫ്റ്റർ ലൈഫ് ഓർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഇതിനപ്പുറമുള്ള ജീവിതം അല്ലെങ്കിൽ മരണാനന്തര ജീവിതം. ഇങ്ങനെ ഒരു ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് നാം. എന്നാൽ ആ ജീവിതത്തിൽ സ്വർഗമുണ്ടെന്ന് വിശ്വാസമുണ്ട്, നരകമുണ്ടെന്ന് വിശ്വാസമുണ്ട്. ആ സ്വർഗത്തിലേക്ക് കടക്കാൻ നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട രക്ഷിതാവേ, നമ്മൾ ഇന്ന് അധ്വാനിക്കുന്നതാണ്. എന്താ മൊയ്ലിയാരെ ഇങ്ങനൊക്കെ പറഞ്ഞാ വഴുതിനൊന്നും വരാൻ സമയമില്ല, പ്രവർത്തിക്കാനൊന്നും വരാൻ നേരമില്ല. കാരണം എനിക്ക് ലൈഫും വൈഫും കുടുംബമൊക്കെ ഉണ്ട്, ജീവിക്കണ്ടേ മുസ്ലിയാരെ എന്ന് ചോദിക്കുമ്പോ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, മരിക്കണ്ടേ കാക്കാ? ഈ മരണത്തിനപ്പുറം ഒരു ജീവിതം വരാനുണ്ട്. അത് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഐ ബിൽ ഖബരി വൽ ഹശ്രി വൻ നശ്രി വസ്സിറാത്ത്. ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. ഖബർ എന്ന് പറഞ്ഞാൽ കേവലം ആദിക്കാട്ടുകുളങ്ങര പള്ളിക്കാട്ടിലെ 6 അടി താഴ്ചയുള്ള കുഴിയല്ല. അത് പാരത്രിക ലോകത്തിന്റെ ഒരു കവാടമാണ്. നമ്മൾ പറയാറില്ലേ, അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ. കേവലം ഒരു കുഴിയല്ല, സൽക്കർമ്മികൾക്ക് സ്വർഗീയ ആരാമമാണ്, തോന്നിവാസികൾക്ക് നരകത്തിന്റെ കുണ്ടാണ്. അങ്ങനെ ആത്മീയമായ ഒരു ലോകത്തിന്റെ വഴിയിൽ അല്ലെങ്കിൽ അപ്പുറത്തുള്ളൊരു ജീവിതം നമുക്ക് വരാനുണ്ട്. എപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ പെങ്ങളെ? മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ഇവിടുത്തെ മോഹങ്ങളെല്ലാം മരിച്ചു പോകും. എത്ര സപ്തലോക സുന്ദരിയാണെങ്കിലും മരണത്തിന് കീഴൊതുങ്ങും. അതിനു മുമ്പ് ചിലപ്പോൾ കിഴവിയായി പോകും. അതുപോലെ എത്ര വലിയ ലോക സുന്ദരനാണെങ്കിലും വാർദ്ധക്യം കൊണ്ട് വളഞ്ഞോ ചുളിഞ്ഞോ പോവുകയും എല്ലാം കഴിഞ്ഞ് ലോകത്തോട് യാത്രയാവുകയും ചെയ്യും. അതൊന്നും മാറ്റിവെക്കാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ നിനക്ക് ഇതിനപ്പുറത്തുള്ളൊരു ലോകമുണ്ട്. ആ ലോകത്തെയും നേതാവ്, ഈ ലോകത്തെയും നേതാവാരാണ്? സുബ്ഹ് ത്വയ്ബാ മേ ഹുയി ബൾതാ ഹൈ ബാളാ നൂർ കാ, ആയാ ഹൈ താരാ നൂർ കാ, ആയാ ഹൈ സാരാ നൂർ കാ.